പശ്ചിമ ബംഗാൾ BJP ടാർഗറ്റ് ചെയ്തിട്ട് കുറെ കാലമായി എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായി. അധികാരത്തിൽ വന്നത് മുതൽ പശ്ചിമ ബംഗാളിൽ എങ്ങനെയും ഭരണം പിടിച്ചെടുക്കുക എന്നത് അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി അവർ പ്രയോഗിക്കാത്ത മാർഗങ്ങളില്ല. പലവിധ മാർഗങ്ങൾ. പലരെയും കേസിൽ കൊടുക്കുക, കേസിൽ കൊണ്ടുവരിക, ശിക്ഷയൊന്നും കിട്ടില്ല. പിന്നെ കേസിൽ വന്ന ആളുകൾ സുവേന്ദു അധികാരിയെ പോലെ വലിയ അഴിമതി ആരോപണം വെച്ച ആളുകളെ ഇങ്ങോട്ടെടുത്ത് BJPയുടെ വാഷിംഗ് മെഷീനിൽ അലക്കി അയാളെ നേതാവായി BJPയുടെ നേതാവായി തിരിച്ചവതരിപ്പിക്കുക. ഇത്തരം കലാപരിപാടികൾ കുറെ കാലമായി അമിത്ഷായും മോദിയും ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നൊന്ന് വന്നത് CAA പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ബംഗാളിലുള്ളവർ മുഴുവൻ ബംഗ്ലാദേശികളാണ്, മുസ്ലിങ്ങളെല്ലാം പുറത്തു പോകേണ്ടതാണ് എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയയും ബംഗ്ലാദേശി വിരുദ്ധ മുദ്രാവാക്യങ്ങളും അതിശക്തമായി ഉന്നയിച്ചുകൊണ്ട് അവിടെ വിഭജനമുണ്ടാക്കി, വർഗീയ വിഭജനമുണ്ടാക്കി മമതയെ തോൽപ്പിക്കുക. മൂന്നാമതാണ് SIR വന്നത്. SIR വന്നപ്പോൾ കുറെ കൂടി ഭീകരമായി. ഏതാണ്ട് 90 ലക്ഷം വോട്ടർമാരല്ലാതാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് 90 ലക്ഷം പേർ ഒരു സംസ്ഥാനത്ത് വോട്ടർമാരല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒരു 6-7 കോടി വോട്ടർമാരിൽ 1 കോടി താഴെ ആളുകൾ വോട്ടർമാരല്ലാതാവുക. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു അനൗചിത്യമുണ്ട്, തെറ്റുണ്ട്. ഏതായാലും അത് കേസിന് പുറത്ത് കേസും നിയമ പോരാട്ടവും അവസാനം ഇവർ തന്നെ മമതാ ബാനർജി തന്നെ നേരിട്ട് അവിടെ പോയി നിൽക്കുകയും ഒക്കെ സുപ്രീം കോടതിയിൽ പോയി വാദിക്കുകയൊക്കെ ചെയ്ത കേസാണ്. കുറെ ആളുകൾക്ക് SIR ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ വർഗീയ അജണ്ടയും ബംഗ്ലാദേശ് വിരുദ്ധ രീതികളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായും മമതയെ അവർക്ക് ഭയമുണ്ട്. അവിടെ BJPക്ക് ഏറ്റവും പേടിയുള്ളതും BJPയെ റെസിസ്റ്റ് ചെയ്യുന്നതും മമതയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ CPMനോ, പഴയ 35 വർഷം ഭരിച്ച CPMനോ അവിടെ പ്രത്യേകിച്ച് BJPക്ക് എതിരായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. അത്ര ദുർബലമാണ്. 1-2 സീറ്റ് കിട്ടിയാൽ ഭാഗ്യം എന്ന രൂപത്തിൽ മത്സരിക്കുകയാണ് അവർ. അപ്പം മമതാ ബാനർജിയെ വീഴ്ത്തിയാൽ ബംഗാൾ പിടിക്കാം എന്ന വിശ്വാസത്തിൽ ആ ലക്ഷ്യത്തോടു കൂടി മമതയെ ടാർഗറ്റ് ചെയ്യുകയാണ്. പക്ഷെ മമത മറുവശത്ത് അവരുടെ ജനകീയ അടിത്തറയും അവരുടെ ലളിതമായ ജീവിതവും അവർ ജനങ്ങളോടുള്ള ബന്ധവും അവരുടെ ഭരണത്തിലൂടെ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ള നേട്ടങ്ങളും വികസനവും ഒക്കെ അവർ ചർച്ചയാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ബംഗാളാണ് എന്ന് അവരാവർത്തിക്കുന്നുണ്ട്. ബംഗാൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന നവോത്ഥാന മുന്നേറ്റങ്ങൾ നടത്തിയ, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ഓടി വന്ന് വർഗീയത ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തിയിട്ട് പോലും അത് തിരിച്ച് കൊണ്ടുവന്ന ഒരു ജനതയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് BJP ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തരത്തിലുള്ള ഇടപെടലുകൾ, സുവേന്ദു അധികാരി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയി ബൂത്തിനകത്ത് കയറി കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങൾ, അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക, ജയ് ശ്രീറാം പറയുക, ഇങ്ങനെ തുടങ്ങിയ പല കലാപരിപാടികളും ഉണ്ട്. പിന്നെ അത്ര സമാധാനപൂർണ്ണമല്ല പലപ്പോഴും. CPMന്റെ കാലത്തുമല്ല, കോൺഗ്രസിൻ്റെ കാലത്തുമല്ല ബംഗാളിലെ തെരഞ്ഞെടുപ്പ്. അതിൽ വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുക, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം വോട്ടെണ്ണുന്നതിലേക്ക് കൊണ്ടുവരിക. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. സാധാരണ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട്, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരാറുണ്ട്. എല്ലാവരും ഇടകലർന്നാണ് നമ്മുടെ സാധാരണ പോളിംഗ് സ്റ്റേഷനുകളിൽ ഉണ്ടാവുക. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആളുകളെയും മാത്രം വോട്ടെണ്ണലിന് വയ്ക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യക്ഷത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളും വലിയ തോതിൽ കേന്ദ്ര സർക്കാരിന് സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതിൽ തട്ടിപ്പും വെട്ടിപ്പും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് മമത ഉന്നയിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ശരിയാണ്, കൽക്കട്ട ഹൈക്കോടതി അത് തള്ളി, ഇപ്പോൾ സുപ്രീം കോടതിയും അത് തള്ളി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. സുപ്രീം കോടതി അത് തള്ളുമ്പോൾ പറഞ്ഞത് നമുക്കങ്ങനെ അവിശ്വസിക്കാമോ? വളരെ ഫ്ലാറ്റായ ഒരു മറുപടിയാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, പൊതുമേഖലാ സ്ഥാപനത്തിലെ ആളുകൾ എത്രത്തോളം ബയാസ്ഡായി തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കുന്നു എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. ഞാൻ അങ്ങനെ ഇല്ല, അവരെല്ലാം വളരെ സത്യസന്ധരായി പ്രവർത്തിക്കും എന്ന് സുപ്രീം കോടതി കാണുന്നുവെങ്കിൽ അഹോ കഷ്ടം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ബംഗാളിലെ സ്ഥിതി അതല്ല, ഇന്ത്യയിലെ എവിടെ സ്ഥിതി അതല്ല. സർക്കാർ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന മമതയുടെ പരാതി
എന്തുകൊണ്ട് സുപ്രീം കോടതി വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വിധേനയും അധികാരത്തിലെത്തുക, അതിന് പോളുകൾ ഉണ്ടാക്കുക, മറ്റു പല പരിപാടികളും. ആ ലക്ഷ്യം BJPക്ക് സാധ്യമാക്കാൻ ഒരു വഴി കൂടിയാണ് ഇത് എന്ന വാദം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പൗരത്വം മുതൽ SIR മുതൽ അഴിമതി കേസുകൾ മുതൽ ഇതെല്ലാം ചെയ്ത BJP മമതയെ നന്നായി ഭയക്കുന്നു എന്ന് മാത്രമല്ല, മമതയെ വീഴ്ത്തി ഏതെങ്കിലും വിധത്തിൽ കൽക്കട്ടയിൽ അധികാരത്തിൽ വരാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നടക്കുമോ എന്നത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂ. എക്സിറ്റ് പോളുകളൊന്നും അവിടെ ശരിയായിട്ടില്ല. ഇതിനു മുമ്പ് എക്സിറ്റ് പോളുകളൊന്നും ശരിയായിട്ടില്ല. മമതാ ബാനർജി തോൽക്കും എന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ എക്സിറ്റ് പോളൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് എക്സിറ്റ് പോളുകളിൽ ഞാൻ അവിടെ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ 92% വോട്ട് ചെയ്ത ആളുകളാണ്. 92% തന്നെ ആളുകൾ പോയി വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം അവിടെയുണ്ട്. എന്തായാലും നമുക്ക് 4-ാം തീയതി വരുമ്പോഴേ അറിയാൻ പറ്റൂ. മമത പരാജയപ്പെടുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരാജയമാണ്. ഏത് മാർഗം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള BJPയുടെ രീതികളുടെ വിജയമാണ് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും.